PSC ഷോർട്ട് നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പരിശീലന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാപകനായ അലൻ ഒക്ടേവിയൻ ഹ്യൂമിൻ്റെ സ്വദേശം. ഉത്തരം സ്കോട്ട്ലൻഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം 72. 1885 കോൺഗ്രസിൻ്റെ പ്രഥമ അധ്യക്ഷനായ WC ബാനർജി ഏതു പ്രവിശ്യക്കാരനായിരുന്നു? ഉത്തരം ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ A.O. ഹ്യൂം വഹിച്ചിരുന്ന പദവി? ഉത്തരം സെക്രട്ടറി. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായി നവറോജി. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദിയായി നിശ്ചയിച്ചിരുന്ന ഏതു നഗരത്തിൽ പ്ലേഗ് ബാധ ഉണ്ടായിരുന്നതിനാലാണ് വേദി ബോംബെയിലേക്ക് മാറ്റിയത്? ഉത്തരം പൂനെ. എത്ര ഔദ്യോഗിക പ്രതിനിധികളാണ് കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസിൻ്റെ രണ്ടാം സമ്മേളനത്തിൽ പങ്കെടുത്തത്? 434. കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയായ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം? 1947. കോൺഗ്രസ് സമ്മേളന വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂൾ. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ പ്രവർത്തനം ആരംഭിച്ചത്? 1889. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷനായിരുന്നത് വില്യം വെഡർബേൺ. കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കാദംബിനി ഗാംഗുലി. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ തെക്കേ ഇന്ത്യക്കാരൻ P. ആനന്ദ് ചാർലു. ഏതു വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി പാടിയത്? 1896. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പ്രസിദ്ധീകരണം ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഏക മലയാളിയായ സർ C. ശങ്കരൻ നായർ ഏതു വർഷമാണ് ആ പദവിയിൽ എത്തിയത്? 1897. ഏതു വർഷമാണ് കോൺഗ്രസ് ആദ്യമായി പാർട്ടി ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്? 1899. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഏതു വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത്? 1907. മിതവാദികളെന്നും തീവ്ര ദേശീയവാദികളെന്നും കോൺഗ്രസ് രണ്ടായി പിളർന്ന സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? രാഷ് ബിഹാരി ഘോഷ്. കോൺഗ്രസിലെ വിരുദ്ധ ചേരികളായിരുന്ന മിതവാദികളും തീവ്രദേശീയവാദികളും യോജിപ്പിലെത്തിയത് ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1916. മിതവാദികളും തീവ്രദേശീയവാദികളും യോജിപ്പിലെത്തിയ ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? A.C. മജുംദാർ.
തീവ്ര ദേശീയവാദത്തിൻ്റെ വക്താവ് അല്ലാത്ത നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി പാടിയത്? 1911. 1920 സെപ്റ്റംബറിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനം ചേർന്നത് എവിടെ വച്ചാണ്? കൊൽക്കത്ത. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സമ്മേളനങ്ങൾ ആദ്യമായി ഒരുമിച്ച് നടത്തിയത് ഏതു വർഷമാണ്? 1916. കോൺഗ്രസ് പ്രസിഡന്റ് വർഷം മുഴുവനും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന കീഴ്വഴക്കം ആരംഭിച്ചത് ആര് അധ്യക്ഷ പദവിയിൽ എത്തിയത് മുതലാണ്? ആനി ബസന്റ്. ഡൽഹിയിൽ വച്ച് ആദ്യമായി കോൺഗ്രസ് സമ്മേളിച്ചത് ഏതു വർഷമാണ്? 1918. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് 1920 വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ലാലാ ലജ്പത് റായ്. 1924 കോൺഗ്രസിൻ്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്? 39. 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വച്ചാണ്? ലാഹോർ. ഏത് വർഷം നടന്ന സമ്മേളനത്തിലാണ് ഹിന്ദിയെ AICCയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചത്? 1925. ഗ്രാമത്തിൽ വച്ച് നടന്ന ഏക കോൺഗ്രസ് വാർഷിക സമ്മേളനം? ഫേസിപ്പൂർ. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായത് ഏത് വർഷമാണ്? 1938. 1939 സുഭാഷ് ചന്ദ്രബോസിനെതിരെ കോൺഗ്രസ് അധ്യക്ഷ പദത്തിലേക്ക് മത്സരിച്ചത് ആരാണ്? പട്ടാഭി സീതാരാമയ്യ. എവിടെ വച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ബോംബെ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷ പദത്തിൽ ആരായിരുന്നു? ആചാര്യ കൃപലാനി. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഏതായിരുന്നു? നുകമേന്തിയ കാളകൾ. 1955 എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്? ആവടി. ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായത്? 1959. കിങ് മേക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ്? കെ കാമരാജ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ആദ്യമായി പിളർന്ന വർഷം? 1969. കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി കൈപ്പത്തി നിർദ്ദേശിച്ചത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് ഏത് വർഷമാണ്? 1977. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി? മൊറാർജി ദേശായി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യ നേതാവ്? ഇന്ദിരാഗാന്ധി.